മോളെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12ാമത്തോടാ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ, നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ. വേണ്ട അച്ഛാ, പുരാന സ്റ്റൈലി അച്ഛാ ഹൈ. ഓൾഡ് സോൾ കേട്ടാ നല്ല കാലം വന്നല്ലോ മേനോൻ സാറേ. എന്താ? നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ വീടില്ലാത്തൊരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണർ ഒന്നും കൊതിക്കും ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തിക്കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. നമ്മളെ പഞ്ചായത്തിന്റെ ഹാളും സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു. ഒന്ന് അഡ്വാൻസ് മേടിച്ചാട്ടെ. കുടുംബം വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബം ആൾ എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ, മെയിൻ്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ, മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യമാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചയും ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചയും ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ? പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ആളുകളായിട്ട് അധികം മിങ്കിൾ ചെയ്യാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവരും അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്ദാബാദെന്ന് അർത്ഥം. അങ്ങനത്തെ ഒരാളെ തന്നെ മേനോൻ സാർ അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തോ. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാറ്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതല്ല ബ്രോക്കറെ, നമ്മുടെ ബ്രോക്കറല്ല, മാഷ്, കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കും. ഇതാ എന്നും കൂടി നോക്കില്ല. ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടിയും കറിയൊക്കെ എടുത്ത് അത് കയറിക്കോളി. ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ. വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛനും കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കറകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല. പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലേ? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചുഴിഞ്ഞൊന്ന് ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയത്തി എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ് പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ? ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവവും. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്കൊരുപാട് കണക്കെഴുതി തീർക്കാനുള്ളതാ. അല്ല, ലൈൻ രണ്ടോന്നാ. ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞില്ല വരൂ. ഫ്യൂസ് പോയതാന്നാ തോന്നുന്നേ. ഈ ടോർച്ചൊന്നടിച്ചേ. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടുത്രേ. അതുപോലെ മറ്റോ കണ്ട് പേടിച്ചതാവും. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ?
എന്താ മോളെ ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. അത് ശരി. इस आदमी को इसके बारे में कुछ भी नहीं मालूम। दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक गया. है, अभी जल्दी आए ना. हाँ जरूर अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാണ്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാനുണ്ട്. ഗുഡ് നൈറ്റ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. തമ്മിപ്പിക്കും മെറ്റൽ കോറി, 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 തമ്മിപ്പിക്കും. എന്താ തോമസിന്റെ പ്രശ്നം? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സ്റ്റെപ്പ് തീർന്നിട്ട് പേയ്മെന്റ് കിട്ടുള്ളൂ. കോൺക്രീറ്റ് തീർന്നെങ്കിൽ ഒരു 8 ലോഡ് മെറ്റലെങ്കിലും വേണ്ടി വരും. 2 ദിവസമുള്ള സമരം തരും. തിരുവനന്തപുരത്ത് കാള് പോയിട്ടുണ്ട്. അതുവരെ സാറിന് ക്ഷമിക്കും. പണി നിന്നു പോകില്ല ഈശ്വര. എന്താ സാറേ ഈശ്വരനെ വിളിക്കുന്നത്? എനിക്ക് കുറച്ച് മെറ്റൽ കിട്ടില്ലെങ്കിൽ വർക്ക് നിന്നു പോകും. ഞാൻ നിങ്ങളുടെ യൂണിയന് സ്ഥിരമായിട്ട് സംഭാവന നൽകുന്ന ഒരു അനുഭാവിയാണല്ലോ. നിങ്ങൾ മനസ്സ് വെച്ചാൽ എനിക്ക് കുറച്ച് മെറ്റൽ ഇറക്കാം. സമരം വേറെ, സംഭാവന വേറെ. അണികളെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യൂല. അല്ല, അന്ന് കൊണ്ടുപോയ ആ മുള കിട്ടിയില്ലല്ലോ. ആ മൈതാനത്ത് ചെന്ന് നോക്കിയേ, പാർട്ടിയുടെ കൊടി ഇപ്പോഴും പാറി കളിക്കുന്ന ആ മുളകളിലല്ലേ. അഭിമാനിക്കാൻ എന്തെങ്കിലും കൂടുതൽ എന്താ വേണ്ട സാറേ? ഈ കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് ഹരീന്ദ്രനാഥിന്റെ വീട് അല്ല, ഇത് ശേഖരമേനോന്റെ വീടാ. ഈ വീടല്ല, ഒരു കോൺട്രാക്ടർ ഹരീന്ദ്രനാഥ് പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, കോൺട്രാക്ടറുടെ വീടാണോ? അതാ കാണുന്ന. പക്ഷെ പുള്ളി അതിരാവിലെ പുറത്തു പോയല്ലോ. അയ്യോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഈ ഏരിയയിൽ പരിചയക്കാരുമില്ല. പണിക്കുമല്ല ആണെങ്കിൽ പഞ്ചായത്തിനടുത്ത വർക്ക് സൈറ്റ്, അവിടെ ചെന്നാ കാണാം. പണിക്കൊന്നുമല്ല, ഞാൻ മൂപ്പരുടെ അനിയനാ. സ്വന്തം അനിയനോ? എന്ന് വെച്ചാ സ്വന്തം പോലെ. ഓ ചേച്ചി, ദാ കോൺട്രാക്ടറുടെ സ്വന്തം പോലെ അനിയൻ. ഈ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോളേജിലേക്കാവും. അല്ല, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചതേ ഉള്ളൂ. മിടുക്കി കുട്ടി. എന്താ? മീനാക്ഷി കുട്ടി തന്നെ, എന്റെ അനിയത്തെ. അവളുടെ അതേ ഛായ. ഇടുവ കരിക്ക് കൊണ്ടുവരാൻ പോയാൻ ചത്തോ? നേരം അത്രേ വരാറുണ്ട് സാർ. ഇപ്പോഴാണ് ബാലു ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കുന്നത്. താൻ ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും വാങ്ങിച്ചോണ്ടുവാ. വന്നിരിക്കുന്ന എഞ്ചിനീയറാ. മാഡം, സിമന്റ് രജിസ്റ്റർ ഒക്കെ അപ് ടു ഡേറ്റ് ആണോ? അതെ മാഡം. ഇത് എന്നത്തേക്ക് വാർക്കാൻ കഴിയും? ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച. ആ. എസ്റ്റിമേറ്റ് പെടാത്ത കുറച്ച് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് മാഡം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയച്ചിട്ടില്ലേ? ഓ മാഡം, അപ്രൂവലിന് ട്രിവാൻഡ്രത്ത് ചീഫ് ഓഫീസിൽ പോയി വരേണ്ടി വരും. അറിയാം. ഏതായാലും മിസ്റ്റർ ഹരീന്ദ്രൻ നാളെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ആ. വെയില് കുറെ കൊള്ളുന്നുണ്ടല്ലേ? എന്തേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കരിവാളിച്ചിട്ടുണ്ട് മുഖം. വരട്ടെ. നാടൻ പഴം അല്ലേ? ആ ഈ പറമ്പിലുണ്ടായതാ. നല്ല മധുരം. ഞാനങ്ങനെ സാധാരണ ഒരിടത്തൊന്നും കഴിക്കാത്ത. ഇവിടെ എന്തോ സ്വന്തം വീട് പോലെ ഒരു തോന്നൽ. ഉച്ചക്കത്തെ ഊണിന് പോലും ഉണ്ടായിരുന്നു ആ ഒരു ഗൃഹാതുരത്വം. इसका मतलब क्या है? ഗൃഹാതുരത്വം ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാ എനിക്കറിയാതെ വിട്ടത്. ഗൃഹാതുരത്വം കേട്ടിട്ടില്ലേ? ഞങ്ങൾ കവിതാവാസനയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത്. അപ്പൊ കവിത എഴുതുവോ? അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ആത്മപ്രശംസയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ മിന്നി മറിയുന്ന ബിസിനസ് കോൺട്രാക്ട് പണി. ഈ സിമന്റ്, കമ്പി, പണിക്കാര്, ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയില് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുക ഒരു കവിത എഴുതുമ്പോഴാ. അല്ല, കാര്യം ചേട്ടന്റെ കൂടെ തൊഴിൽ പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിലും ഒരു 10 മിനിറ്റ് ഏകാഗ്രത കിട്ടിയ അപ്പ മനസ്സിൽ കവിത തെളിയും. അതൊരു ഗിഫ്റ്റ് തന്നെയാ. ഇവിടെ നിങ്ങളൊക്കെ സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ മഞ്ഞ് വീണ പോലെ. മനസ്സിൽ മഞ്ഞു വീഴോ? കവിതയുടെ കാര്യം പറഞ്ഞതാ. കവിത കവിത. പാലക്കാട്ട് ഒരു കവി സമ്മേളനം. പേരുക കവികളൊക്കെ ഉണ്ട്. യുവകവികളുടെ കൂടെ എത്തിയപ്പോ ഞാൻ എന്റെ മാമലകൾക്കപ്പുറത്ത് ഈണത്തിൽ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞതും കുറുപ്പാറ് വന്ന് എന്നെ ഒരു ഒറ്റ കെട്ടിപ്പിടുത്തം. ഏത് എന്നിട്ട് നമ്മുടെ ONV കുറുപ്പ് സാറേ, എന്നിട്ട് അദ്ദേഹം ബൈക്കിലൂടെ ഒരു കാച്ച്. മലയാള കവിത മരിച്ചിട്ടില്ല, മരിക്കുകയില്ല. ഇതാ ആശയുടെ പുതുനാളം ബാലചന്ദ്രൻ ചൂനിശ്ശേരി പറയുമ്പോ ദേ ഇപ്പോഴും കോരിത്തിരിക്കുക. കണ്ടോ കണ്ടോ കണ്ടോ, നോക്കിയോ. ഏതായാലും നമുക്കിനി ഇഷ്ടം പോലെ കവിത കേൾക്കാം.
നമ്മുടെ കോൺട്രാക്ടറിനൊന്നും വലിയ താല്പര്യമില്ലേ? എവിടെ കല എന്ന രണ്ടക്ഷരം അടുത്തുകൂടെ പോയിട്ടില്ല. ഓഹോ. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് തന്നെ എന്റെ ഒരു ആശ്വാസം. ഒന്നുമില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുമല്ലോ. ആ അതൊന്നല്ലോ. ഞാൻ ഇത്രയും ദിവസം വരാത്തതിന്റെ പരിഭവം കാണും. ഞാൻ ഒന്ന് കൂളാക്കട്ടെ. ചേട്ടൻ ഇന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലുകളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീടിരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അവരത് അറിയാൻ വേണ്ട. നീ ആ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. എന്താണ്? നല്ല അസല് കാറ്റ്. അത്ര അധികം കാറ്റ് നീ കൊള്ളണ്ട, പനി പിടിക്കും. കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ കിടത്തക്ക താത്തി താ കിടത്തക്ക തൈ തത്തൈ കിടത്തക്ക താത്തി താത്തൈ തത്തൈ താത്തി താത്തൈ തത്തൈ താത്തി താ. നിർത്തണ്ട ചേച്ചി, ഒരു സെക്കൻഡ്. വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ. പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത്. ഒരു തുള്ളി പോലും ഇല്ല. ചേട്ടനും നോക്കിയില്ല, ഞാനും നോക്കിയില്ല. ഇനിയിപ്പോ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറ് അടുപ്പത്താ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം. ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ? ബുദ്ധിമുട്ടായി അല്ലേ? ആ, കുറച്ച്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക്. അടുക്കളപ്പണി നമുക്കല്ലേ? അതെ. അയ്യോ അല്ലല്ല, ഒരു ദിവസം ചേട്ടൻ വെച്ചാ ഒരു ദിവസം ഞാൻ വെക്കും, പിന്നെ ചേട്ടൻ വെച്ചാ പിന്നെ ഒരു ദിവസം ഞാൻ വെക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ. ഒരു കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നാ എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത്. അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക. പഠിച്ചു വരുന്നു. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഞായറാഴ്ച വിടറോ ക്ലാസ്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറയാലോ, ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ, അപ്പോ അമ്മാവാ ടെറിബിൾ. പണി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഡേറ്റും വീക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ. കണ്ടപ്പോഴേ മനസ്സിലായി. ബാലുവിന്റെ ചേട്ടന് ഉറക്കൊന്നുമില്ലേ? രാത്രി ഒരുപാട് നേരം ലൈറ്റ് കണ്ടുല്ലോ. ചേട്ടൻ നേരത്തെ ഉറങ്ങി, ഞാൻ പണിപ്പുരയിലായിരുന്നു. ഓ, നൈറ്റ് ഉണ്ടോ? ഈ കമ്പി മുറിക്കലും സിമെന്റ് മിക്സ് ചെയ്യലും ഒക്കെ? അയ്യേ, ആ വർക്കല്ല, സർഗസൃഷ്ടി. മനസ്സിലൊരു കവിതയുടെ തീപ്പൊരി വീണിട്ട് കുറച്ച് ദിവസമായി. അതൊന്ന് ആണി കത്തിക്കാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് കത്തിയോ? ഒരുവിധം. കാലത്ത് എണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തിരിച്ചു പോയി. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം അയ്യോ, അരി വെന്ത് ചീഞ്ഞു കാണും. കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞത് പാരയല്ലോ ഭഗവാനെ. ഒരു 1-2 പഠിച്ചു വെച്ചില്ലെങ്കിൽ കള്ളി വെളിച്ചത്താവും. കരാള ഹൃത്തിലൊരഭിശപ്ത സ്വപ്നവും അതിലൊരു അന്ത്യവിഹ്വലതകളും.
തുടക്കത്തിൽ തന്നെ അന്ത്യവിഫലതകൾ വേണ്ട. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ. അങ്ങനെ വഴിക്ക് വരട്ടെ. ആ കുളി ഇന്ന് പുറത്താക്കിയോ? ആ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സൈറ്റിൽ വർക്കില്ല. ബാലുവ പറഞ്ഞ ഇവിടെ അടുത്തൊരു കുളമുണ്ടെന്ന്. ആ നാട്ടുമുറാകുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നീന്തി കുളിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും വേറെ തന്നെയാ. കൃഷിപ്പണിയുണ്ടോ? ആ അല്പ സ്വല്പം. മനസ്സിന് ശരീരത്തിന് നല്ലതാ. മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത കേൾക്കണ്ട, ശത്രുക്കളുടെ അസൂയാലുക്കളുടെ മോഹം കാണണ്ട. ഞാനും കൃഷി കുറച്ച് പരീക്ഷിച്ചിരുന്നു പണ്ട് കുറച്ചു കാലം. ഞങ്ങളെ നാട്ടിൽ പക്ഷെ പണിക്ക് ആളെ കിട്ടൂല. അതങ്ങനെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി മതിയല്ലോ. ഇവിടെ ചില്ലറ പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. ചിലപ്പോ മക്കളും കൂടും. ഇന്ന് കുറച്ച് വളം ഇടുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ചാലിച്ച് ആത്മാനുരാഗത്തിരശീല. ഒരു കവിതയാണ് ഏട്ടാ, ഒരു വീക്കിലി നീട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. നിന്റെ നല്ല നീറ്റുണ്ടോ? സാരമില്ല, കണ്ണടച്ച് കുറച്ചേരം ഇരുന്നാ മതി, മാറിക്കോളും. ആ കൈമള എന്താ പറഞ്ഞിട്ട് പോയത്? ജാതകം ശരിയായിട്ടുണ്ടത്രേ. നീ അവരാലോചിക്കട്ടെ, നമുക്കൊന്ന് അന്വേഷിക്കാം. ഇതാ പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച് നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ചാൽ അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷമൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ? കല്യാണം കഴിക്കാത്ത രണ്ട് അലവലാദികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും? അതെനിക്ക് എങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടന് ഒന്നും അറിയില്ല എന്ന്. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാ എന്താ ഉണ്ടാവുക? കത്തും. अच्छा, मुंबई में हमारे गांव के पास सब लोग आज बाज में रहते हैं ना? उधर लोग ऐसे गलत नहीं समझती? वो मुंबई है बेटी, ये दौड़ी गए है उधर, सुना भी नहीं होगा. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദൻ എന്ത് വിഷമായിരുന്നോ? അവരെന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരമ്മാമോട് ചെന്ന് പറ, അവരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് കെട്ടിയിട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ. അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ. ഹലോ ഹലോ ഹലോ, അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയൂ. നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ, ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്കും ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചോണ്ടുപോയി. കാമകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ? പുറത്തിറങ്ങാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ, എന്റെ മാല കൊണ്ടുപോയേ! അയ്യോ, എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയേ! നാട്ടുകാരെ!
അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നേരെ സൈറ്റിലേക്ക് വന്നാൽ ചേട്ടാ ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ഭാഗത്ത് പോകണോ? എടാ അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാൽ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്താ പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. എന്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലല്ലേ. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കിനോടാ കാലമാടാ. അയ്യോ എന്റെ അമ്മ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. കറക്റ്റ്. വഴിക്കിടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പി ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാനിവിടെ വന്നത്. സാർ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. സാർ ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ല. പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ? ആ. അങ്ങ് മാറിക്ക്. ഓ ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംപിടി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ സാർ. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക. അതെ. മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഓക്കെ. ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയാവും സാർ. അന്ന് അവരുടെ കാശ് കൂടെ. ഹലോ. ആ അതെ, തൊട്ടടുത്ത വീട് തന്നെയാണ്. ഉണ്ടോ നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ. ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിനെ അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഒഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. മാഡം, അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റാണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. गोपिके, ये आदमी कब आया? क्या हुआ? उनको फोन आया था। बाहर से एक आदमी अंदर आ गई। क्यों नहीं बताया तूने मुझे? मुझे कैसे मालूम तू ऐसे आएगा? तमाशा समझते है क्या? घद्दूस।
നീ എന്തിനാ അവിടുത്തെ നമ്പർ അയക്ക് കൊടുത്തത്? ഓ അവരായിരുന്നോ? എനിക്ക് തോന്നി. ഇനി ഒരാൾക്കോ നമ്പർ കൊടുക്കണ്ട. ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തോന്നല്ല, മാഡം വിടണ്ടേ? നമ്പർ കൊടുത്തപ്പോ ഒരു 100,000 ചോദ്യം വേറെ. അത് ആരുടെ വീടാ, ഹൗസ് ഓണർക്ക് മക്കൾ എത്ര, അതിലാണെത്ര പെണ്ണെത്ര, പെൺകുട്ടികളുടെ പ്രായം എത്ര, ഇങ്ങനെയൊക്കെ ചോദിക്കേ. എന്താ ചെയ്യ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടിവർക്ക് കോൺട്രാക്ടർമാർക്കാ. ഇവിടെ നേരെ തിരിച്ചാ. അല്ല അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന്. ഓ ഇവിടെ ഈ മെറ്റലിന്റെയും മണലിന്റെയും പ്രശ്നം തീരാണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. ദാ, ഓ നിനക്കേ ഈ ഹിന്ദി ഭാഷ വല്ല പിടിയുണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ. ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തു കിട്ടിരിക്കണം. ലഡ്കാ പുസ്തക് പഠിത്താ ഹേ, ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. യഹ് ലഡ്കി പുസ്തക് പഠിത്തി ഹേ, ഈ പെൺകുട്ടി പുസ്തകം യഹ് ലഡ്കി പുസ്തക്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആരാ? എന്താ ഈ നേരത്ത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഏയ്, കാര്യം എന്താ വെച്ചാ പറ. അങ്ങനെ അങ്ങ് പോവാ. ഞാൻ വേറെ ഒരു തമാശക്ക്. തമാശക്കോ? തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പിറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച് ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേ ഇല്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട. വയസ്സിന് മൂത്താളല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കും. പോ. ഓ കുട്ടപ്പ, ഓ മുത്തച്ഛന് 2 ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ടോളൂ. ആ अरे कुट्टप्पन, तू कैसे है? सब ठीक है ना? तूने खाना नहीं खा लिया? ആ സാറെന്താ പറഞ്ഞത്? കുട്ടപ്പന് ഒഴിവില്ലെങ്കിൽ മൂപ്പര് കയറി തേങ്ങിയിട്ടോളാന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. ഇനി നമ്മള് ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ, ഞാനങ്ങ് പോയേക്കാം, പുറത്ത് നിൽക്കാം. മേനോ സാറിന് ചായ? നോ താങ്ക്സ്, ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ. എന്ത് ഉത്തരവാദിത്വം മേനോ സാറേ? എങ്ങനെയെങ്കിലും 30 ദിവസം തള്ളി നീക്കണം. കിട്ടുന്ന ചെല്ലുവാന വാങ്ങി പോക്കറ്റിലിടണം. കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. അല്ല, സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെക്കാൾ അനുഭവമുള്ള ആളല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ടതുകൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചത് തന്നെ. മുഖവരെ ഒന്നും വേണ്ട, കൈമളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ബസ് സർവീസ് ആയിരുന്നു. അന്യരുടെ കാര്യം പോട്ടെ, എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ആ അച്ഛന്റെ മകനാ ഞാൻ. പിന്നെ മേനോ സാർ എന്തിനാ വിഷമിക്കണേ? അതല്ല, ഇതിപ്പോ 6ാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത്. 5 മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാ. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ പിന്നെ എനിക്കൊരു തോന്നല്, ആരോ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണെന്ന്. പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ തന്നെ. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടു, ജാതകവും നല്ല ചേർച്ച. ഇനി നമുക്കിടയിൽ 3ാമതൊരാൾക്ക് പങ്കില്ല, ഈ കൈമളിന് പോലും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ,
ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ. കൂട്ടുകാരെ പോലെ ഞങ്ങള്. എന്റെ മക്കളുടെ കണ്ണ് കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്ന് മുടങ്ങിപ്പോകുന്ന കാണുമ്പോ അവിടെ മനസ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി വിഷമം പുറത്ത് കാണിക്കാത്തതാ. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാമെന്ന് വെച്ചത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താലോ. എന്താ മേനോ സാറേ ഇത്? നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. കല്യാണ നിശ്ചയത്തിന് പണിക്കരെ കുറിച്ച് എന്ന തീയതി ഞാൻ കൈമള ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒന്നൊതുങ്ങും. അരവിന്ദന് വരാൻ പറ്റും തോന്നുന്നില്ല. ചാണക വണ്ടി വരണ്ടേ? ഓ, അടിച്ചു, സെല്ലടിച്ചു. ഹലോ, എന്റെ കുഴപ്പം. ഞാൻ അപ്പുറത്തെ സ്ഥിതി ഒന്ന് നോക്കട്ടെ. നിശ്ചയം തന്നെ ഒരു കല്യാണത്തേക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും. അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തി തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു. യഥാ രാജ തഥാ പ്രജ. വാച ഓടിക്കാൻ നീ പോയി ചോറുളമ്പ്. കുറച്ച് താമസം ഉണ്ട്, അരി വേവുന്നുള്ളൂ. മണി രണ്ടായിട്ടോ? ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടാവും ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ട് മുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ. വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ലാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. എടാ, കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കുള്ളതാണ്. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കി പോയേനെ. നീയല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. മിസ്റ്റർ ആൻഡ് മിസ്റ്റർ കരുണാകരൻ നായർ, 12/48, ലെവൽ ക്രോസ് റോഡ്, ബാന്ദ്ര വെസ്റ്റ്, മുംബൈ. പ്രൊഫസർ രാമചന്ദ്രൻ നായർ. നമ്മുടെ ഗോപിനാഥന്റെ പേരുള്ള മറക്കല്ലേ ശേഖര? ഏത് ഗോപിനാഥൻ? സുഭദ്ര ആശുപത്രി കിടന്നപ്പോ എന്നും കഞ്ഞു കൊണ്ടുപോയ ഗോപി. ആ, അവരൊക്കെ ഈ ലിസ്റ്റ് കാണും. ആ, എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും. കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. എഴുതിയോ? പ്രൊഫസർ രാമചന്ദ്രൻ നായർ, നെല്ലേലിൽ ഹൗസ്. ഒന്നിങ്ങി വന്നേ. എന്താ വാ. നീ കാര്യം എന്താണെന്ന് പറ. ചേച്ചിക്ക് ഭയങ്കര വിഷമം. എന്ത് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. നീ തന്നെ നോക്കിയത്. സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാൽ മതി. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? ഒന്നുമില്ല, കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിട്ടു പോകണ്ടേ, അത് ഓർത്തിട്ടാവും. പാടി. എന്താ മോളെ? എന്താ? അത് കൊള്ളാം. ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാന്നും പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കരയുന്നുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടിയതും ഇല്ല. എനക്ക് തോന്നിയായിരിക്കും. എന്നാ പിന്നെ ചോദിക്കുന്നെങ്കിൽ ഉത്തരം പറഞ്ഞൂടെ? എടീ ഉദ്ദൂസേ, അവള് വിവരമുള്ള കുട്ടിയാ. നിന്റെ മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറയണ്ടെന്ന് വിചാരിച്ചാണ് അല്ലേ മോളെ? നീ എന്ന അഡ്രസ് ആ കുട്ടൂസിനെ സഹായിക്കും. അച്ഛന്റെ കണ്ണ് വേദനിച്ചു തുടങ്ങി. ചെല്ല്. എന്തിനാ എന്റെ മോള് കരഞ്ഞ്? കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും വേണ്ടതല്ലേ. കുറച്ച് വിഷമം ഉണ്ടാവും, അതൊന്നും സാരമില്ല. നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ എവിടെ പോയാലും അച്ഛന്റെ മോളല്ലേ. ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ. പ്രശ്നമൊന്നുമില്ല മാഡം. എന്ത് പ്രശ്നം? അല്ല, എന്റെ ബില്ലിന്റെ കാര്യം. മാഡം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ ഇന്നലെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയായിരുന്നു. എന്തിന്? വെറുതെ. ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക്. ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ. ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത്. ബില്ലിന്റെ കാര്യം
ആ വലിയ വീടിന്റെ മുന്നിൽ സാരി ഉടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു. ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. മിസ്റ്റർ മേനോന് 2 പെൺകുട്ടികൾ കൂടി ഇല്ലേ? അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം. കള്ളം. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഒരാൾ ഫസ്റ്റ് PDCക്കും. ഇതൊക്കെ ആര് പറഞ്ഞു? ആരോ ആവട്ടെ, ശരിയല്ലേ? എനിക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെ നേരം? മാഡം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഹരീന്ദ്രന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം. പോരെ? താങ്ക് യു. ട്രിവാൻഡ്രത്തേക്ക് എന്നാ പോകുന്നത്? നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക്. അവിടെ എന്റെ ചേട്ടനുണ്ട്, ടെലിഫോൺസിലാ. ഞാൻ വിളിച്ചു പറയാം ഹരി വന്നൊന്ന് കാണാൻ. ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇതെന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ. താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് മനസ്സമാധാനത്തിന് പോകലല്ലേ? ഹരിയുടെ നക്ഷത്രം ഏതാ? ഉത്തിട്ടാതിയോ പൂരൂരിട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര തീർച്ച പോരാ. വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിൽ എന്റെ നക്ഷത്രം. ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30ക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്? ഇവിടെ വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? വെറുതെ. കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ടത് നന്നായി. ബില്ല് മാറി കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി. എല്ലാം ഒരുക്കി കഴിഞ്ഞ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വീണു, ഒരാറ്റൻ ബോംബ്. ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ. അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന്. പറഞ്ഞ ചെറുക്കന് തന്നെയാ, മാന്യൻ. അയാളിനോട് ഒരുപാട് മാപ്പ്, അതിഭയങ്കരമായ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ടുള്ള വരവായത്. വീട്ടിൽ കയറിയില്ലേ? എങ്ങനെ കയറും? 6ാമത്തെ കല്യാണമായി മുടങ്ങുന്നേ. വീട്ടിൽ കയറിയ എന്റെ മോടെ മുഖത്ത് നോക്കി അത് പറയണ്ടേ. പിന്നെ 2 വീശി ഒരു ധൈര്യത്തിന്. അതില്ലാത്തതാ, അതിന്റെ ഒരു മടി വേറെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പഠിക്കി നിൽക്കുമ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത്. ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്നത് കോൺട്രാക്ടറെ. ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂയക്കാരൊക്കെ ഒരുപാടുണ്ട്. റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം ബാക്കിയുള്ളപ്പോ കുട്ടികളെയും കൂട്ടി ഈ ഓണം കയറാൻ മൂലയിൽ ഒതുങ്ങിക്കൂടി എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ? സത്യത്തിൽ പേടിച്ചിട്ടാ. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേകുന്ന ഒരു സുഖമാ. ഇനിയിപ്പോ തിരക്കായി. മണ്ഡപം ക്യാൻസൽ ചെയ്യണം, സ്വർണം വേണ്ടെന്ന് പറയണം, ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് കാര്യം പറയണം. കല്യാണം നടത്തുന്നതിനൊക്കെ തിരക്കാ.
കാലത്തെ വണ്ടിക്ക് പോകേണ്ടതല്ലേ. മോൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. സോറി, ഞാൻ മോനെ വിളിച്ചു, അറിയാതെ പറ്റിപ്പോയതാ. ഇതുപോലുള്ള സമയത്താ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്നത്. സോറി കേട്ടോ. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടെ മേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ, അന്ന് രാത്രി ഇവിടെ വന്നില്ലേ? പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിൽ തന്നെ കരച്ചിൽ. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാടുവിട്ടതാവുമെന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം. അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പൊ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്തിനായി പൊല്ലാപ്പൊക്കെ? നല്ല ബെസ്റ്റ് ബുദ്ധി. എന്തേ? ഹൗസ് ഓണറെ കാണാതായി ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളകത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖരമേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിക്കാനാ? ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരെ ഒന്ന് സമാധാനിപ്പിക്കും. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്ന കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണു നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മറപ്രയാസം ഉണ്ടായിരുന്നല്ലോ. അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ടു നിന്ന മനസ്സമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താഴെ വരും. ഗോപി എന്ന ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. എന്താ പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും, അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസെന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡുവും ഒക്കെ തരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിലൊന്ന് പോണം, പിന്നെ വരാം.